കർത്താവായ യേശു ക്രിസ്തുവിൽ വിശ്വസിക്കുക, എന്നാൽ നീ നിൻ്റെ കുടുംബവും രക്ഷ പ്രാപിക്കും. വിശ്വസിക്കുകയും സ്നാനമേൽക്കുകയും ചെയ്യുന്നവൻ രക്ഷിക്കപ്പെടും. വിശ്വസിക്കാത്തവൻ ശിക്ഷാവിധിയിൽ അകപ്പെടും. കാലം തികഞ്ഞു, ദൈവരാജ്യം സമീപിച്ചിരിക്കയാൽ മാനസാന്തരപ്പെട്ട സുവിശേഷത്തിൽ വിശ്വസിക്കുന്നു. ഈ നാളുകളിൽ പ്രകൃതി സംബന്ധമായ പ്രതികൂലങ്ങളും മനുഷ്യൻ അധർമ്മത്തിലും പാപത്തിലും ജീവിക്കുന്ന ഒരു കാലഘട്ടം. പ്രിയ ജനമേ, ഉണരുവാൻ ദൈവം അവസരം നൽകിയിരിക്കുന്നു. ഈ അവസരം പ്രയോജനപ്പെടുത്താമോ? ആകയാൽ നാളും നാഴികയും അറിയായ കൊണ്ട് ഉണർന്നിരിപ്പിനെന്ന് കർത്താവായ യേശു ക്രിസ്തു ലോകത്തോട് വിളംബരം ചെയ്തു. വിശ്വാസം കേൾവിയാലും കേൾവി ക്രിസ്തുവിൻ്റെ വചനത്താലും വരുന്നു എന്ന് കാണുവാൻ കഴിയുന്നു. പ്രിയമുള്ളവരെ, യേശു നമുക്ക് വേണ്ടി ഗാൽഗോത്തായിൽ പരമയാഗമായി തീർന്നു. ആ യേശു യാഗമായി തീർന്നത് കൊണ്ട്, ആ യേശു തന്നെത്താൻ ഏൽപ്പിച്ചു കൊടുത്തത് കൊണ്ട് പാപത്തിൻ്റെ അടിമത്വത്തിൽ നിന്നും നിത്യതയിലേക്ക് പ്രവേശിക്കുവാൻ തക്കവണ്ണം ഇരുളിൻ്റെ വ്യാപാരത്തിൽ നിന്നും നമ്മെ വീണ്ടെടുത്തിരിക്കുന്നത് പൊന്ന് വെള്ളി വിലയേറിയ വസ്തുക്കളെ കൊണ്ടല്ല, കുഞ്ഞാടിൻ്റെ രക്തത്താൽ അത്രേ. അവൻ്റെ രക്തത്താൽ പാപമോചനമെന്ന വീണ്ടെടുപ്പ് മനുഷ്യന് നൽകപ്പെട്ടിരിക്കുന്നു. അങ്ങനെയെങ്കിൽ യഹോവയായ ദൈവം വിശുദ്ധ വേദപുസ്തകത്തിൽ പറയുന്നു, ഞാൻ വിശുദ്ധനായിരിക്കുന്നത് പോലെ നിങ്ങളും വിശുദ്ധരായിരിപ്പിൻ എന്ന്. ഈ ലോകം മദ്യത്തിനും മറ്റു ലഹരി പദാർത്ഥങ്ങൾക്കും നമ്മുടെ പ്രിയ കുഞ്ഞുങ്ങൾ, നമ്മുടെ പ്രിയപ്പെട്ടവരൊക്കെ അടിമയായിക്കൊണ്ടിരിക്കുന്നു. അനവധി അമ്മയപ്പന്മാരുടെ പ്രതീക്ഷകൾ നഷ്ടപ്പെടുന്ന കാലഘട്ടം. അങ്ങനെയെങ്കിൽ വിശുദ്ധ വേദപുസ്തകത്തിൽ പറയുന്നത് പോലെ വഴിത്തലക്കിൽ തളർന്നു കിടക്കുന്ന നിങ്ങളുടെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി ഉണർന്ന് പ്രാർത്ഥിപ്പിൻ. മാതാപിതാക്കളെ, ദൈവത്തിൻ്റെ സാന്നിധ്യം